ഒരു പെൺകുട്ടി ആൺകുട്ടിയും കൂടെ ഒരു ബെഡിൽ കിടക്കുന്നത് പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മാറി കിടക്കാമെന്ന് ആര്യൻ ജിസേലിനോട് പറയുകയാണ്. എന്തായാലും ഇന്ന് രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ആര്യൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്ക് മാറി മാറി കിടക്കാം, അത് ആകുമ്പോൾ കുറച്ചുകൂടി സേഫും കൂടിയാണല്ലോ എന്ന് ആര്യം പറയുന്നുണ്ട്. എന്നെപ്പറ്റി ഒരു നല്ല കാര്യം പോലും പറഞ്ഞില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഒരു നല്ല കാര്യം പോലും പറഞ്ഞില്ല. അപ്പോൾ ആര്യം പറഞ്ഞ അതിന് നിന്നെപ്പറ്റി പറയാൻ നല്ല കാര്യമൊന്നും ഇല്ലല്ലോ, ഒരു നല്ല കാര്യം പോലും നിന്നെപ്പറ്റി പറയാനായിട്ടില്ല, നിനക്ക് നല്ലതൊന്നും ഇല്ലല്ലോ അതിന് പറയാൻ, ഒട്ടുമില്ലാന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയാം ഒരു ക്വാളിറ്റിയും ഇല്ല. ആര്യം ജിസേലിനോട് പറയുന്നത് നിൻ്റെ അമ്മയുടെ കാലം ഞാൻ തൊട്ടുപോയിട്ട് നിൻ്റെ അമ്മ പോടെ ഇറക്കാമെന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് അങ്ങ് പോയി. അന്നേരം ജിസേൽ പറയാണ്, അയ്യോ അങ്ങനല്ല, എൻ്റെ മമ്മി കണ്ടില്ലെന്ന് പറഞ്ഞ്, മമ്മി അത് ശ്രദ്ധിച്ചില്ലെന്നാണ് പറഞ്ഞത്, അല്ലാതെ മമ്മി നിന്നെ അവോയ്ഡ് ചെയ്തതല്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഓടി വന്ന് നിൻ്റെ അമ്മയുടെ കാല് പിടിച്ചിട്ട് നിൻ്റെ അമ്മ കണ്ടില്ലെന്നോ ആര്യം വീണ്ടും ചോദിക്കുകയാണ്. നിൻ്റെ അമ്മ എന്നെ ഈ വീട്ടിൽ ഇഗ്നോർ ചെയ്ത് കളഞ്ഞെന്ന് ആര്യം പറയുന്നുണ്ട്. നിൻ്റെ അമ്മ ആകെ 3 വാക്കാണ് എന്നോട് സംസാരിച്ച്, ആര്യനെ ഇത് കഴിക്ക്. ആ ജിസേലിൻ്റെ അമ്മ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്ത് കാണിക്കുകയാണ് ആര്യൻ. എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ഇവനാണ്, എന്നിട്ട് നീ ഇവിടെ ഇരിക്കുക, ഇങ്ങനെ ഇത് 3 മാത്രമാണ് പറഞ്ഞത്. നിൻ്റെ അമ്മ പിന്നെ ഒരു അക്ഷരം പോലും എന്നോട് മിണ്ടിയിട്ടില്ല. എൻ്റെ മമ്മി ഇച്ചിരിച്ച് അമ്മി ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ജിസേൽ പറയുന്നുണ്ട്. എൻ്റെ അമ്മ നിന്നെ ഡോക്ടറായിട്ട് തന്നെ കണ്ടതെന്ന് ആര്യം പറയുന്നുണ്ട്. നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയത് ഡോക്ടറാക്കിയില്ല, പിന്നെ അതിലെ പിന്നെ കുഴപ്പമില്ല, അവളെ ഡോക്ടറാക്കിക്കോട്ടെ എന്ന് ആര്യം പറയുന്നത്. അന്നേരം പിന്നെ കുഴപ്പമില്ലല്ലോ എന്നും പറയുന്നു. നിൻ്റെ ബ്രദർ എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനോട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്, എന്നോടൊന്നും പറഞ്ഞില്ല, ജിസേൽ ടക്കറാളെന്ന് മാത്രം പറഞ്ഞിട്ടങ്ങ് പോയി, നിന്നോട് എന്തൊക്കെ പറഞ്ഞു. അന്നേരം ആര്യം പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞെന്ന് പറയുന്നത്. ബ്രദർ കുറച്ച് ചില്ലാണ് ഈ കാര്യത്തിലൊക്കെ എന്ന് ആര്യം പറയുന്നുണ്ട്. ജിസേൽ എന്തോ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയാണ്, കഴുകാത്ത കയ്യിൽ നിന്ന് ആ ഊള പീസ് എനിക്ക് വേണ്ട, ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണെന്ന് ജിസേൽ പറഞ്ഞു. അപ്പോൾ ആര്യം പറയണം, നീ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ക്ലീൻ ആവുമെന്നാണോ നിൻ്റെ വിചാരം. ആര്യം ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എത്ര വീക്ക് ബാക്കിയുണ്ട് ഇവിടെ, 40 days ബാക്കിയുണ്ടല്ലേ എന്ന് ആര്യം കണക്ക് കൂട്ടിയിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്. വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്തിനാണ് ഇപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നത്. വീട്ടുകാർ വന്ന് കറക്റ്റുള്ള ഹിൻഡ് കൊടുത്തപ്പോൾ 2 പേർക്കും ഇനി ഒരുമിച്ച് കിടക്കുകയും വേണ്ട, ഒരു ബെഡും വേണ്ട. എന്നിട്ട് അത് പറയുന്നത് കേട്ടില്ലേ, പ്രേക്ഷകർക്ക് ഒന്നും തോന്നണ്ടാണെന്ന്. പ്രേക്ഷകർക്ക് തോന്നിയതല്ലല്ലോ, വീട്ടുകാർക്ക് തോന്നിയത് വീട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ ക്ലിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുമല്ലേ.